Today we are going to independence of the path. Our next chapter, independence of path. Okay, let z0 and z1 be points in a domain D. A contour integral over C f of z dz is said to be independence of path if its value is the same for all contours C in D with an initial point z0 and a terminal point z1. അതായത് പാത്തിനെ ഇൻഡിപെൻഡൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡൊമൈൻ ജിയിലുള്ള രണ്ട് പോയിന്റ്സ് ഞാൻ എടുത്തു z0 z1 എടുത്തു. എന്നിട്ട് ഏതൊരു കോണ്ടൂർ സിയിൽ അലോങ് ആയിട്ട് നമ്മൾ അതിന് ഇൻ്റഗ്രൽ വാല്യൂ എടുത്താലും ആ വാല്യൂസ് എല്ലാം സെയിം ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഇൻ്റഗ്രേഷൻ എന്താണ്? ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒരു തിയറം നെക്സ്റ്റ് നോക്കാം. അനാലിറ്റിസിറ്റി ഇംപ്ലൈസ് പാത്ത് ഇൻഡിപെൻഡൻസ്. ഒരു എന്താണ് ഡൊമൈൻ അനാലിസിറ്റി ആണ്, ആ ഫംഗ്ഷൻ ആ ഡൊമൈനിൽ അനാലിസിറ്റി ആണ് എങ്കിൽ അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആവോ ഡിപ്പെൻഡൻ്റ് ആവോ നമുക്ക് നോക്കാം. ഓക്കെ, അനാലിറ്റിസിറ്റി ഇംപ്ലൈസ് പാത്ത് ഇൻഡിപെൻഡൻസ്. അവർ നെക്സ്റ്റ് തിയറം. If f is an analytic function in a simply connected domain D, then closed integral over C f of z dz is independence of the path C. അപ്പോൾ ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡിയുടെ ഉള്ളിൽ നമ്മളുടെ ഫംഗ്ഷൻ എന്താണ്? അനാലിറ്റിക് ഫംഗ്ഷൻ ആണ് എങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ഇൻഡിപെൻഡൻറ്റ് പാത്താണ് സി എങ്കിൽ അതിനലോങ് ആയിട്ട് എടുക്കുന്ന അതിനുള്ളിലൊരു പാത്താണ് സി എങ്കിൽ അതിനലോങ് ആയിട്ട് എടുക്കുന്ന നമ്മുടെ ഇൻ്റഗ്രേഷൻ വാല്യൂ എന്തായിരിക്കും? ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് ആയിരിക്കും. ഓക്കെ, അതായത് ഡി എന്ന് പറഞ്ഞ ഡൊമൈന് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഫംഗ്ഷൻ എഫ് അനാലിറ്റിക് ആണ് എങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്തായിരിക്കും? ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്തിനോട് മീൻ ചെയ്യുന്നത് നമ്മൾ രണ്ട് പോയിന്റ്സ് ആ ഡൊമൈനിൽ എടുത്തിട്ട് അതിനലോങ് ആയിട്ട് നമ്മൾ ഏതൊരു രീതിക്കുള്ള ഇൻ്റഗ്രേഷൻ എടുത്താലും അതിൻ്റെ വാല്യൂസ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് ആൻറ്റി ഡെറിവേറ്റീവ്. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഡെറിവേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് ഇൻ്റഗ്രേഷൻ ആണ് ആൻറ്റി ഡെറിവേറ്റീവ് കൊണ്ട് നമുക്ക് മീൻ ചെയ്യുന്നത്. ഓക്കെ, എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഈസ് എ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഓൺ എ ഡൊമൈൻ ഡി ഇഫ് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡ് ഫോർ ഓൾ സെഡ് ഇൻ ദി ഡൊമൈൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡൊമൈൻ ഡിയുടെ ഉള്ളിലുള്ള ഒരു ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്താണെന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ എഫ് കൊണ്ടാണ് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് ഡിനോട്ട് ചെയ്യുന്നത് ഓഫ് എ ഫംഗ്ഷൻ സ്മോൾ ലെറ്റർ എഫ്. അങ്ങനെ ആ സ്മോൾ ലെറ്റർ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ആകണമെങ്കിൽ ഈ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് സ്മോൾ ലെറ്റർ എഫ് കിട്ടണം അറ്റ്ലീസ്റ്റ്. ഓക്കെ, ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് അവർ സ്മോൾ ലെറ്റർ എഫ്. ഓക്കെ, ദറ്റ് ഈസ് ഇൻ്റഗ്രൽ വാല്യൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു 1/4 z⁴ ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു z³ അല്ലെ? നമുക്ക് അറിയാം ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് 1/4 ഇൻറ്റു z⁴ ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ നമുക്കറിയാം. 1/4 z⁴ ഡെറിവേഷൻ എന്താണ്? 4/4 z³ വരും. 4/4 ആണോ 1 ആയിട്ട് പോകും. അപ്പോൾ z³ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് എന്ത്? 1/4 ഇൻറ്റു z⁴ ആണ് ഓൺ ദി എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, because for each complex number z f dash of z equal to d by dz 1/4 z⁴ equal to z³ വരും. That's equal to f of z. Okay, however capital F of z equal to 1/4 into z⁴ is not the only antiderivative of f on this interval. അപ്പോൾ ഈ z³ പറഞ്ഞ ഈ എഫിൻ്റെ മാത്രം ആൻറ്റിഡെറിവേറ്റീവ് അല്ല നമ്മളുടെ ക്യാപിറ്റൽ എഫ് ഓഫ് z equal to 1/4 into z⁴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താലും അതിൻ്റെ ഡെറിവേഷൻ എന്താ തന്നെ വരിക? z³ ആണ് വരിക. ദാറ്റ് ഈസ് ഇഫ് വി ആഡ് any constant c to 1/4 into z⁴, then the function g of z equal to 1/4 into z⁴ plus c is also an antiderivative of small letter f. Since g dash of z equal to നമ്മൾ എഫ് ഓഫ് സെഡ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡിൻ്റെ കൂടെ ഒരു സി ആഡ് ചെയ്തപ്പം ജി ഓഫ് സെഡ് കിട്ടി. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? d by dz of 1/4 into z⁴ plus c എന്ന് പറഞ്ഞാൽ എന്താണ്? z³ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ എഫ് ഓഫ് സെഡ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/4 ഇൻറ്റു z⁴ എന്ന് പറഞ്ഞാൽ നമ്മളുടെ z³ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ മാത്രം ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. മറിച്ച് എന്താണ്? ഈ 1/4 ഇൻറ്റു z⁴ കൂടെ ഏതൊരു സി ആഡ് ചെയ്താലും അതിൻ്റെയും ആൻറ്റി ഡെറിവേറ്റീവ് ആണ് അതും എന്താണ്? നമ്മളുടെ എഫ് ഓഫ് സെഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ ഇൻ്റഗ്രൽ ബൈ യൂസ് ഓഫ് ആൻറ്റി ഡെറിവേറ്റീവ്. ആൻറ്റി ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാമെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്.
ഫസ്റ്റ് വണ്ണിൻ്റെ തിയറമാണ്. സപ്പോസ് ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ഡൊമൈൻ ഡി ആൻഡ് ഇഫ് എഫ് ഹാസ് ദി ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഇൻ ഡൊമൈൻ ഡി then the integrals of f of z along the contour lying entirely in D and extending from any fixed point z1 to any fixed point z2 all have the same values. ഓക്കെ, അതായത് നമ്മളൊരു സ്മോൾ ലെറ്റർ എഫ് എന്ന ഫംഗ്ഷൻ എടുത്തു, അത് കണ്ടിന്യൂസ് ആണ് ഇൻ ഡൊമൈൻ ഡിയിൽ, അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ്, അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ്. നമ്മൾ ആ ഡൊമൈനിൽ നിന്ന് രണ്ട് ഫംഗ്ഷൻസ് എടുത്തു, രണ്ട് ഫിക്സ്ഡ് പോയിന്റ്സ് എടുത്തു, z1 z2 എന്ന രണ്ട് പോയിന്റ്സ് നമ്മൾ എടുത്തു. ആ z1 മുതൽ z2 വരെയുള്ള നമ്മൾ ഇന്റഗ്രൽ വാല്യൂ കണ്ടപ്പം എല്ലാ വാല്യൂസും സെയിം ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇന്റഗ്രൽ z1 ടു z2 എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും? എഫ് ഓഫ് സെഡിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ്. ദെൻ അതിന്റെ ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? എഫ് ഓഫ് സെഡ് ഫ്രം z1 ടു z2 ദാറ്റ്സ് ഈക്വൽ ടു സെഡിന് പകരം z2 ഉം z1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? എഫ് ഓഫ് ഇവിടെ z1 മൈനസ് z2 ആക്കി മാറ്റട്ടോ. എഫ് ഓഫ് z1 മൈനസ് z2 ഉള്ളത് എഫ് ഓഫ് z2 മൈനസ് z1 ആക്കി മാറ്റുക അല്ലെ. നമുക്ക് ആദ്യം z2ന്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്, ദെൻ z1ന്റെ വാല്യൂ കൊടുക്കുക. ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്, നോട്ട് ചെയ്യുക. എഫ് ഓഫ് z2 മൈനസ് എഫ് ഓഫ് z1 ആക്കി മാറ്റാം. ഓക്കെ, എഫ് ഓഫ് z2 മൈനസ് എഫ് ഓഫ് z1 ആക്കി മാറ്റാം. ദെൻ നമ്മൾക്ക് ആന്റി ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക എന്നാണ്. നമുക്ക് നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, യൂസിങ് ആൻ ആന്റി ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി cos z dz where c is any contour with initial point z equal to 0 and terminal point z equal to 2 plus i. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ ഓവർ സി cos z dz ന്റെ വാല്യൂ കണ്ടുപിടിക്കണം അറ്റ് ദി പോയിന്റ് z equal to 0 and the z equal to 2 plus i. ഓക്കെ, അപ്പോൾ z1 എന്ന് പറഞ്ഞാൽ 0 ആണ്, z2 എന്ന് പറഞ്ഞാൽ 2 plus i ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി cos z dz ന്റെ ഇന്റഗ്രേഷൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അതിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ആന്റി ഡെറിവേറ്റീവ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്തെടുക്കാം? എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സൈൻ സെഡ് ഈസ് ആൻ ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു കോസ് സെഡ് അല്ലെ. കോസ് സെഡിന്റെ ഒരു ആന്റി ഡെറിവേറ്റീവ് ആണ് എന്ത്? സൈൻ സെഡ് എന്ന് പറഞ്ഞാൽ. സോ ഇത് അതിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്കുള്ള എഫ് ഡാഷ് ഓഫ് ഇസെഡ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? കോസ് സെഡ് കിട്ടണം. നോക്കാം, എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് പറഞ്ഞാൽ സൈൻ സെഡ് ആണ്, ദെൻ എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എന്തൊരു കോസ് സെഡ് വരും. ഓക്കെ, സിൻസ് therefore ഇന്റഗ്രൽ ഓവർ സി കോസ് സെഡ് ഡി സെഡ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇന്റഗ്രൽ 0 to 2 plus i cos z dz ബൈ തിയറം, നമ്മളുടെ തിയറം വെച്ചിട്ട് അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ എന്ത് വരും? കോസ് സെഡിന് ഇന്റഗ്രൽ വാല്യൂ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സൈൻ സെഡ് ആണ്. സൈൻ സെഡ് ഫ്രം 0 to 2 ആദ്യം സെഡിന് 2 plus i കൊടുക്കുക, ദെൻ 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. ദെൻ സൈൻ 2 plus i മൈനസ് സൈൻ 0. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ദെൻ വി ഗെറ്റ് സൈൻ 2 plus i. ഓക്കെ, ഇഫ് വി ഡിസൈഡ് എ കോംപ്ലക്സ് നമ്പർ ഓഫ് ദി ഫോം a plus ib എന്ന ഫോമിൽ നമുക്ക് ഈ ആൻസർ വേണമെങ്കിൽ ഫോർ ആൻ ആൻസർ വി നോട്ട് ദാറ്റ് സൈൻ 2 plus i ഈക്വൽ ടു സൈൻ 2 cos i പ്ലസ് കോസ് 2 സൈൻ i ആയിട്ട് നമുക്ക് സൈൻ 2 plus i എഴുതാൻ പറ്റും. സൈൻ എക്സ് പ്ലസ് ഐ, സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് വെച്ച് നമ്മൾ എഴുതാം. ദെൻ സൈൻ 2ന്റെയും കോസ് ഐന്റെയും വാല്യൂസ് നമുക്ക് എഴുതാൻ പറ്റും. 1.4031 മൈനസ് 0.4891 i ആക്കി എഴുതാൻ പറ്റും. ഈ കോസ് ഐ നമുക്ക് കോസ് ഐ ഇൻറ്റു 1 ആക്കിയിട്ട് കോസ് എച്ച് 1 ആയിട്ടും, സൈൻ ഐ നമുക്ക് സൈൻ ഐ ഇൻറ്റു 1 ആക്കിയിട്ട് ഐ ഇൻറ്റു സൈൻ എച്ച് 1 ആക്കി നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൈൻ 2 plus i നമുക്ക് എ പ്ലസ് ഐ ബി ഫോം ആയിട്ടുള്ള 1.4031 മൈനസ് 0.4891 ഇൻറ്റു ഐ ആക്കി ഇടാൻ പറ്റി. ഹെൻസ് ഇന്റഗ്രൽ ഓവർ സി കോസ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 1.4031 മൈനസ് 0.4891 ഐ ആയിട്ട് നമുക്ക് കിട്ടും. Okay, then next example, using the logarithmic function evaluate integral over c 1 by z dz where c is the contour shown in figure. Okay, അപ്പോൾ നമുക്ക് 1 by z dz-ന്റെ ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 1 by z ആയതുകൊണ്ട് നമുക്ക് ലോഗറിതമിക് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിലേക്ക് നമ്മൾ വരാം. അപ്പം ആദ്യം ഫിഗർ നോക്കാം. ഇവിടെ നോക്കുക, z3 മുതൽ 2i വരെയാണ് നമ്മളുടെ വാരി ചെയ്യുന്നത് ഓൺ ദി പാത്ത് സി. ഓക്കെ, സപ്പോസ് ദാറ്റ് d is the simply connected domain defined by x is equal to real of z greater or equal to 0, y equal to imaginary of z greater or equal to. അപ്പം എക്സും y എന്താണ്? നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെക്കാം. ഓക്കെ, ഇൻ ദിസ് കേസ് ലോഗ് z is an ആന്റി ഡെറിവേറ്റീവ് ഓഫ് 1 by z. ln z എന്ന് പറഞ്ഞാൽ 1 by z ന്റെ ഒരു ആന്റി ഡെറിവേറ്റീവ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക, ln z എന്ന് പറഞ്ഞാൽ ആന്റി ഡെറിവേറ്റീവ് ഓഫ് 1 by z ആണ്. സിൻസ് ബോത്ത് ദീസ് ഫംഗ്ഷൻസ് ആർ അനാലിറ്റിക് ഇൻ ഡൊമൈൻ ജി, ഡൊമൈൻ ജിയിൽ രണ്ട് ഫംഗ്ഷനും അനാലിറ്റിക് ആയതുകൊണ്ട് ഹെൻസ് ഇന്റഗ്രൽ 3 to 2i 1 by z dz ഈക്വൽ നമുക്ക് എന്ത് പറ്റും? ln z
വേർ 3 to 2i വാരി ചെയ്യുന്നു. ദെൻ ln 2i മൈനസ് ln 3 ആയിട്ട് നമുക്ക് എഴുതാം. 1/z അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ln z ആണ്. ഓക്കെ, വി ഹാവ് ln 2i ഈക്വൽ ലോഗ് ടു ദി ബേസ് ഈ 2 പ്ലസ് പൈ ബൈ 2i ആക്കി നമുക്ക് എഴുതാൻ പറ്റും. ln 3 എന്ന് പറഞ്ഞാൽ ലോഗ് 3 ടു ദി ബേസ് ഇ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് സോ നമുക്ക് എന്ത് പറ്റും, ഇന്റഗ്രൽ 3 to 2i 1/z dz നമുക്ക് ln 2i എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കൊടുക്കാൻ പറ്റും, ln 3 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു ലോഗ് 2 പ്ലസ് പൈ ബൈ 2i മൈനസ് ലോഗ് 3 ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ലോഗ് 2 ഉണ്ട്, ഇവിടെ ലോഗ് 3 ഉണ്ട്, മൈനസ് ലോഗ് 3 ഉണ്ട്. അപ്പം ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. ദാറ്റ് ഈസ് ലോഗ് 2/3 പ്ലസ് പൈ ബൈ 2i വരും. ലോഗ് 2/3 എന്ന് പറഞ്ഞാൽ മൈനസ് 0.4055 ആയിട്ട് വരും. പൈ ബൈ 2ൻ്റെ വാല്യൂ 1.5708 ആയിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 0.4055 പ്ലസ് 1.5708 ആക്കി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, then second question, evaluate first one integral 1 to 1 plus 4i z square dz, second one integral 1 to pi by 2 cos z dz, third one integral 1 to 1 plus i z square dz, fourth one integral minus 2i to 2i 1 by z dz. അതൊക്കെ എന്ത് ചെയ്യാം, അസൈൻമെന്റ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കാം, നിങ്ങൾക്കുള്ളൊരു വർക്കായിട്ട് എടുക്കാം. ഇവാലുവേറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ഡി സെഡ് വേർ സി ഇസ് എനി കോണ്ടൂർ ഫ്രം സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു 1 പ്ലസ് ഐ. ഇതും അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി 1 by z square dz where c is the positively oriented circle that is equal to z equal to 2 into e raised to I theta where theta varies in between minus pi to pi about the origin. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കോണ്ടൂർ എന്താണ്, പാത്ത് എന്താണ്, ഒരു സർക്കിൾ ആണ് വിത്ത് ദ സെന്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് 2 ആയിട്ട് വരുന്ന ഒരു സർക്കിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഇവിടെ എന്താണ് 1 by z square ആണ്, z 0 ആകാൻ പാടില്ല. ഈസ് കണ്ടിന്യൂസ് എവരിവെയർ എക്സെപ്റ്റ് അറ്റ് ദി ഒറിജിൻ. ഒറിജിനിൽ മാത്രം അത് കണ്ടിന്യൂസ് അല്ലാത്ത കേസ് വരും. ആൻഡ് ഹാസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിന് ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, മൈനസ് 1 by z ആയിട്ട് വരും. ഓക്കെ, ദാറ്റ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ഇൻ ദി ഡൊമൈൻ മോഡ് z ഗ്രേറ്റർ ദാൻ 0 കൺസിസ്റ്റിംഗ് ഓഫ് ദി എൻറ്റയർ z പ്ലെയിൻ വിത്ത് ദി ഒറിജിൻ ഡിലീറ്റഡ്. ഓക്കെ, അപ്പോൾ എൻറ്റയർ z പ്ലെയിനിൽ എന്താണ് ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു റീജിയൻ എടുത്താൽ, ഒരു പാത്ത് എടുത്താൽ അതിലെന്തായിരിക്കും ആ ഫംഗ്ഷൻ അനാലിറ്റിക് ആയിരിക്കും. ദെൻ അനാലിറ്റിക് ഫംഗ്ഷൻ്റെ ഒരു ക്ലോസ്ഡ് റീജിയൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഹെൻസ് ബൈ തിയറം വെച്ചിട്ട് നമുക്ക് എന്തൊരു ഇന്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ സെഡ് സ്ക്വയർ എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. കോഷി-ഗോസ് തിയറം വെച്ചിട്ട് അനാലിറ്റിക് ആയതുകൊണ്ട് അതിനുള്ളിൽ ഒരു ക്ലോസ്ഡ് റീജിയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്റഗ്രൽ വാല്യൂ എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. ഓക്കെ.